പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ, ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി ദൈവം തന്നിരിക്കുന്നത് അവിടുത്തെ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. അഥവാ വാഗ്ദാനത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണ് ഉടമ്പടി. വാഗ്ദാനം പ്രാപിക്കുന്നതിന് ഇപ്പോൾ ഓരോ വിഷയം, എല്ലാ ബൈബിളിൻ്റെ ഒരു വിഭാവനയിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്നതും ലക്ഷ്യം ഉൾപ്പെടെ എല്ലാം, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ലക്ഷ്യം, മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, നിലനിൽപ്പിന് ആവശ്യമായവ, ജോലി, വീട്, വിവാഹം, മക്കൾ, അങ്ങനെ എന്ത് സംഭവം, പ്രൊമോഷൻ, PR, ഇങ്ങനെയൊക്കെ എന്ത് സംഭവം വന്നാലും ജീവിതം വരെ ഐഹികമായിട്ടുള്ള കാര്യങ്ങളാണത്. എല്ലാം ബൈബിള്
വാഗ്ദാനം എന്ന ഒരു മീഡിയം ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾ നോക്കിക്കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിച്ചു എന്നാണ് എൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത്. ഈ വാഗ്ദാനം പ്രാപിക്കാൻ ഒന്നാമത്തെ ഘട്ടം, അതിനൊരു 4 ഘട്ടങ്ങൾ ബൈബിളിലുണ്ട്. വാഗ്ദാന നാട്ടിലോട്ട് ഇവർ ചെല്ലുമ്പോൾ 4 ഘട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ എല്ലാ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ഒരു ഘട്ടമെങ്കിലും നമ്മൾ വളരെ ഗുരുതരമായ രീതിയിൽ നിശ്ചിതമായി നിരീക്ഷിച്ച് അർത്ഥവത്തായിട്ട് നടപ്പിൽ വരുത്തേണ്ടതാണ്. ഒരു ഘട്ടം വെച്ച് കഴിഞ്ഞാൽ ഒരു ഘട്ടം മാത്രം പോരെന്നല്ല. അതായത് ഈ തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയണത്. തുടക്കക്കാർ ഒരു ഘട്ടമെങ്കിലും, ഇപ്പം എന്താണ് ഘട്ടമെന്ന് പറയണത്? ഒന്നാമത്തേൽ വാഗ്ദാന നാട് പ്രാപിക്കാൻ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ ജനം ആദ്യമേ കണ്ടത് എന്താണ്? ചെങ്കടല. ചെങ്കടൽ ഒരു ഹഡിൽസാണ്, തടസ്സമാണ്. ഈ ചെങ്കടലിന് ആൾക്കാർ അതിൻ്റെ ആ പ്രക്രിയ അത് കടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്. മോസസിൻ്റെ വിശ്വാസവും മോസസിൻ്റെ നേതൃത്വത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യവും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ജനം മോസസിൻ്റെ ഉൾപ്പെടെ ഒപ്പമാണിത് കടന്നു പോണത്. ഈ കടന്നു പോകുന്നതിനെക്കുറിച്ച് അതിനൊരു സ്പിരിച്വൽ മീനിങ് കൊടുത്തിട്ടുണ്ട് ബൈബിള്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുമ്പോഴും ഈ ഒരു സ്പിരിച്വൽ പ്രക്രിയ മസ്റ്റായിട്ട് നമ്മൾ നടന്നുവെന്ന് ഉറപ്പ് വരുത്തണം. അതേതാണ് സ്പിരിച്വൽ പ്രക്രിയ? ചെങ്കടലിൻ്റെ സ്പിരിച്വൽ എന്തോ ഒരു വലിയ ആത്മീയതയുടെ ഭൗതികമായ പ്രതീകമാണ് ചെങ്കടൽ കിടക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് പറയണത് പൗലോസ് അപ്പോസ്തലനാണ് പറയണത്. പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ. 1 കൊരിന്ത്യൻസ് 10-ാം അധ്യായം 1 മുതൽ 2 വരെ വാക്യങ്ങൾ. സഹോദരങ്ങളെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ ആയിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ശരിക്കും പറഞ്ഞാൽ എന്ത് തിയോളജിക്കൽ ഡെപ്തുള്ള സംഭവമാണെന്നറിയത്. മോശയോട് അത് നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്തുവിനോട് ചേരുന്നതിന് സമാന്തരമായിട്ടാണ് മോശയോട് ചേർന്ന് പറയണത്. എവിടെയൊക്കെയാണ് സ്നാനം പറ്റത്? മേഘത്തിലും അതുപോലെ തന്നെ കടലിലും. അപ്പോൾ സ്നാനമേൽക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ ചെങ്കടലിലൂടെ കടന്നു വന്ന് അതിൻ്റെ സ്പിരിച്വൽ മീനിങ്, ആത്മീയമായിട്ടുള്ള അർത്ഥവത. എന്തിനാണ് ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മീയമായ ഒരു പ്രക്രിയ നടക്കാതെ നമ്മൾ ജോലി കിട്ടി, വീട് കിട്ടി, എന്നിട്ട് ആ വ്യക്തിക്ക് ആത്മീയ മാറ്റങ്ങളൊന്നുമില്ല. ആ വ്യക്തി പഴയതുപോലെ തന്നെ ജഡികനായി തോന്നിവാസിയായി ജീവിക്കുമ്പോൾ സ്നാനം ഏൽക്കാത്തതാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ ഈ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. അത് ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയങ്ങളിലൊന്നാണ് അനുഭവിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ. പാപാവസ്ഥയിൽ നമ്മൾ നേടിയെടുക്കുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് പക്ഷേ അനുഭവിക്കാൻ പറ്റത്തില്ല. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ
വാഗ്ദത്തം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയും, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. കർത്താവിൻ്റെ കൂടെ അല്ലാതെ നമ്മൾ നേടുന്ന അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടാതെ പോകും. ജോലിയായാലും കുടുംബജീവിതമായാലും അങ്ങനെ. അപ്പോൾ അനുഗ്രഹം ഉള്ളതുപോലെ തന്നെ അനുഗ്രഹം കിട്ടുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് അത് അനുഭവിക്കാനുള്ള യോഗ്യത. ആ വചനം എടുത്തേ, ലൂക്ക 11:23. ലൂക്ക 11:23. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഉടമ്പടിയിലുള്ള ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കർത്താവിൻ്റെ കൂടെയാണോ ശേഖരിക്കണത്. ആരുടെ കൂടെ ശേഖരിക്കാവേ? കർത്താവിൻ്റെ കൂടെയാണ് ശേഖരിക്കണമെങ്കിൽ വിശുദ്ധിയോടെ വേണം ഈ വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഞാനത് കാലുവേദന സഹിക്കാൻ വരാതിനപ്പോൾ ഞാൻ എന്നും പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയാണ്. എത്ര പാടില്ലെങ്കിലും ഞാൻ പള്ളിയിൽ പോവും. അങ്ങനെ പള്ളിയിൽ പോകാൻ കുളിച്ച് റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ കട്ടിൽമയൊന്ന് വീണു. കാലുവേദനയുണ്ടായിരുന്നു അതിക്ക് മുന്നും. അപ്പോൾ അന്ന് വേദന സഹിക്കാൻ പറ്റാതെ ഞാൻ വീണപ്പോൾ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഞാൻ അന്ന് ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എക്സ്റേ എടുക്കണം, അല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോൾ കാലിൻ്റെ മുട്ടിന് തേയ്മാനമാണെന്ന് പറഞ്ഞു. ഡോക്ടർ 2 ദിവസത്തെ ഗുളിക തന്നിട്ട് പറഞ്ഞു 2 ദിവസം കഴിയുമ്പോൾ ആയോ എന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെന്നു. അപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞു കുറവില്ലെങ്കിൽ MRI സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ആ ഗുളിക വാങ്ങിച്ചു. ആ ഗുളിക മാത്രമേ ഞാൻ കഴിച്ചുള്ളൂ. ഇനി ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ആശുപത്രിയിൽ പോവില്ല, എൻ്റെ മാതാവ് എനിക്ക് മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞു. എങ്കിലും കാലുവേദനയായാലും എന്തൊക്കെ വേദനയായാലും ഞാൻ പള്ളിയിൽ പോകും. 4:30 എഴുന്നേൽക്കും, കൊന്ത ചെല്ലും, ബൈബിൾ വായിക്കും, കുളിച്ച് റെഡിയായി പള്ളിയിൽ പോകും. എന്നെ 4:30 ആരോ വന്ന് വിളിക്കുന്ന പോലെയാണ്. ഇന്ന് പള്ളിയിൽ പോവണ്ട എന്ന് വിചാരിച്ച് ഞാൻ കിടന്നാലും എൻ്റെ സമയമാകുമ്പോൾ എന്നെ വന്ന് വിളിക്കുന്ന പോലെ നീ ഇന്ന് പള്ളിയിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഒറ്റ ദിവസം പോലും കുർബാന മുടക്കാറില്ല. 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കും. എല്ലാ ദിവസവും ഉടമ്പടി എടുത്തേ പിന്നെ കുടുംബ പ്രാർത്ഥനയൊക്കെ മുടങ്ങിയിരുന്നതാ. ആ കുടുംബ പ്രാർത്ഥന ഒറ്റ ദിവസം പോലും മുടങ്ങാതെ കുടുംബ പ്രാർത്ഥന ചൊല്ലും. എൻ്റെ ഭർത്താവിന് വിശ്വാസക്കുറവായിരുന്നു. ഇപ്പോൾ ഭർത്താവ് പറയുന്നേ കുടുംബ പ്രാർത്ഥന ചെല്ലണേ എന്ന് ചോദിച്ചു. ഭർത്താവ് ചോദിക്കുന്നേ ദൈവത്തിലോട്ട് കൂടുതൽ അടുക്കുവാൻ സാധിച്ചു.
കാരുണ്യ പ്രവൃത്തികൾ. ഞങ്ങളുടെ അടുത്തൊരു അസിസി ഭവനമുണ്ട്. അവിടെ ഞാൻ രോഗികളായി കിടക്കുന്ന അമ്മമാരെ കുളിപ്പിക്കാൻ പോകും. പിന്നെ ഭക്ഷണം എൻ്റെ കയ്യിൽ ചോറുകൾ കൊണ്ടുകൊടുക്കും. എൻ്റെ കയ്യിലായ സഹായത്തിന് ഞാൻ അവിടെ പൈസ കൊണ്ടുകൊടുക്കും, സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുകൊടുക്കും. ഓരോരുത്തരോട് പറയുമ്പോൾ അവർ എനിക്ക് തന്നയക്കും അവിടേക്ക് കൊടുക്കാനുള്ളത്, അങ്ങനെ കൊടുക്കും. പൈസയൊക്കെ എൻ്റെ കയ്യിൽ നിന്നും ക്യാൻസർ രോഗികൾക്കായാലും അവർക്ക് എല്ലാം കൊടുത്ത് ഞാൻ സഹായിക്കും. ദൈവം എനിക്ക് തന്ന, അമ്മയും തിരുക്കുമാൻ എനിക്ക് തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഉടമ്പടിയിൽ വെക്കാത്ത കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞാൽ തീരില്ല. അതിന് വേണ്ട അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയും അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്നു. അമ്മയും തിരുക്കുമാരനും 1000 നന്ദി. ദൈവനാമം മഹത്വപ്പെടുത്തണമേ. എൻ്റെ പേര് വത്സ ഡേവിസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പോങ്ങാങ്ങാട് സെൻറ്റ് മേരീസ് ഇടവകയിലെ അദ്ദേഹത്തിലെ അംഗമാണ്. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 21/7/2022 ഉടമ്പടി എടുക്കുന്നതിന് മുമ്പാണ് തന്നെ എനിക്ക് രോഗസൗഖ്യം കിട്ടിക്കഴിഞ്ഞു. എനിക്ക് ശക്തമായ ബ്ലീഡിങ്ങുമായിരുന്നു 20, 21, 22 കാലയളവിൽ. പല ഡോക്ടർമാരെയും ഞാൻ കാണിച്ചു, പക്ഷേ എനിക്ക് ഒരു പ്രയോജനമുണ്ടായില്ല. പല ടെസ്റ്റുകളും നടത്തി. ഡോക്ടർമാർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, എന്താ ബ്ലീഡിങ് നിൽക്കാത്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ യൂട്യൂബ് വഴി പള്ളിയിൽ പോകാൻ എനിക്ക് പറ്റില്ല, കൊറോണ കാലമായതുകൊണ്ട്. ദിവസം കുർബാനയിൽ ഞാൻ പങ്കെടുക്കും. അപ്പോൾ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനകൾ കയറി വരികയും അത് കാണുകയും ധ്യാനം കൂടുകയും അതിൽ അച്ഛൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുവിൻ, നിങ്ങളുടെ രോഗങ്ങൾ എന്താണെന്ന് അത് വെച്ച് പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ ഞാൻ എൻ്റെ ബ്ലീഡിങ് ഒരു പേപ്പറിൽ എഴുതി വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും അതിൽ ഞാൻ ഒരു സാക്ഷ്യം കേൾക്കുകയും ചെയ്തു. ആ ചേച്ചി പറഞ്ഞു, 12 വർഷമായ രക്തസ്രാവമുള്ള രോഗിയെ സുഖപ്പെടുത്തിയ ഈശോയെ എന്നെയും സുഖപ്പെടുത്തണമെന്ന് ഞാൻ അതിൽ കേൾക്കുകയും ഞാനും അതും വീണ്ടും പറഞ്ഞു പ്രാർത്ഥിച്ചു. അവിടുന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്ലീഡിങ് ശക്തമായി നിന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ഇങ്ങനെ കൃപാസനത്തിലൊരു ദേവാലയമുണ്ട്, അവിടെ മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നടക്കുന്നുണ്ട്, നമുക്ക് അവിടെ വരെ പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മകളും എൻ്റെ ചേച്ചിയും കൂടി ഈ ദേവാലയത്തിൽ വരികയും സാക്ഷ്യം പറയാനായിട്ട് വന്നത്. ഉടമ്പടി എടുക്കണ കാര്യം അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഉടമ്പടി എടുക്കണം, എന്നാലേ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് 10 വർഷമായി ശക്തമായ തലവേദനയായിരുന്നു. യാതൊരു കാരണവശാലും എന്ത് മരുന്ന് കഴിച്ചിട്ടും അത് മാറണമെന്നില്ല. പല ഡോക്ടർമാർ പറയും മൈഗ്രെയിൻ്റെ ആണ്, ചിലവർ പറയും ഇയർ ബാലൻസിൻ്റെ ആണ്, ചിലവർ പറയും തൈറോയിഡിൻ്റെ ആണെന്ന് പറയും, ചിലവർ പറയും അത് കാലാവസ്ഥയുടെയാണെന്ന് പറയും. അങ്ങനെ ആ രോഗം ഞാൻ കൊണ്ടു നടന്ന് അത് മൂർച്ഛാവസ്ഥയിലായി. എന്ത് ഗുളിക കഴിച്ചിട്ടും ഒരു ബോട്ടിൽ വിക്സിൻ്റെ മരുന്ന് എനിക്ക് 2 ദിവസമൊക്കെയുള്ളൂ. അത് നെറ്റിയിലെ പുരട്ടി ആകെ പൊള്ളിയിരുന്നാലും പിന്നെയും തലവേദന മാറില്ല. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്നപ്പോഴും എനിക്ക് ശക്തമായ തലവേദനയായിരുന്നു. നല്ല തലവേദന കൊണ്ട് എനിക്ക് ഇവിടെ ഉടമ്പടി ക്ലാസ്സിൽ പറയുന്നത് ഒന്നും കേൾക്കാൻ പറ്റിയിരുന്നില്ല. എൻ്റെ മകളാണ് എല്ലാം എഴുതുകയും കേൾക്കുകയും ചെയ്തത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് എടുത്തല്ലേ ഉള്ളൂ, പ്രാർത്ഥിച്ചു പോ, പിന്നെ വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവുകയും ഇവിടുന്ന് ചേർത്തല റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തണ വരെ തലവേദനയോട് ഞാൻ കരയുകയായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഉളിയെടുത്ത് പാരസിറ്റമോളിൻ്റെ ഉളിയെടുത്ത് കഴിക്കുകയും അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ തലവേദന പോവുകയും ചെയ്തു. പിന്നെ 1-2 പ്രാവശ്യം വന്നു. ഇന്നേ വരെ പിന്നെ ഞാൻ ഈ കാലയളവിൽ വിക്സ് പറ്റുകയോ തലവേദനയ്ക്ക് ഒരു മരുന്ന് കഴിക്കുകയോ ചെയ്തിട്ടില്ല. പൂർണ്ണമായി എൻ്റെ അമ്മ മാതാവ് ഈശോയെ എനിക്കത് മാറ്റി തന്നു. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ദിവസം ഞാൻ 9 മാസം കാലയളവിൽ എന്നും ഉപവാസം എടുക്കുമായിരുന്നു. നിയോഗം വച്ച് പ്രാർത്ഥിക്കും, കൊന്തകളി ചെല്ലും, ധാരാളം കൊന്തകളി ചെല്ലും. പുലർച്ചയ്ക്ക് പ്രത്യക്ഷാന പ്രാർത്ഥന, സായാഹ്ന പ്രാർത്ഥന, ഇടവിട്ട് ബൈബിൾ വായന, അങ്ങനെ ഒത്തിരി പ്രാർത്ഥനകൾ ചെല്ലണ ഒരാളാണ് ഞാൻ. അങ്ങനെ ചെല്ലുകൊണ്ടിരിക്കുമ്പോൾ രാത്രിയായി ഇപ്പോൾ സന്ധ്യാപ്രാർത്ഥന 2 നേരം കുളിക്കും, വിശുദ്ധ ബലിയിൽ ദിവസം പങ്കെടുക്കും. ഞാൻ എൻ്റെ ജീവിതാവളിയും പങ്കാളി എന്നും പോവും പള്ളിയിലേക്കായിട്ട്. മകളുള്ളപ്പോൾ അവളും കൂടി ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇപ്പോൾ അവളില്ല. അതിന് ഞങ്ങൾ പോകുകയും ചെയ്യാറുണ്ട്.
പക്ഷേ അതിലൊരു ദിവസം എനിക്ക് പെട്ടെന്നൊരു നെഞ്ചത്ത് വേദന വരികയും ഞാനാകെ കുളിച്ച് വിയർത്ത് വെള്ളത്തിൽ മുങ്ങണ മാതിരിയായി. ഞാൻ തലകറങ്ങി അവിടെ വീണു. എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മകളും കൂടി എന്നെ താങ്ങിയെടുത്ത് അകത്ത് കൊടുന്ന് കെടുത്തി. ഉടനടി വേഗം കാശുരൂപം കയ്യിൽ തരികയും തേനും ഉടമ്പടി തൈലം വായിൽ വെച്ച് തരികയും ചെയ്തു. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ മരവിപ്പുമാരിയായി, കയ്യും കാലൊക്കെ തണുത്ത് വർഷമാരിയായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവർ പെട്ടെന്ന് ഒരു ECG എടുക്കാൻ പറഞ്ഞു. അതെടുത്തപ്പോൾ എനിക്ക് ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ വീണ്ടും ഡോക്ടർ പറഞ്ഞു നാളെ ഹോസ്പിറ്റലിലേക്ക് വരണം, മുഴുവനായിട്ടൊരു ഫുൾ ചെക്കപ്പ് നടത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരുപാട് രോഗമുള്ള രോഗിയാണ് ഞാൻ. ഈശോയിലേക്ക് അടുക്കാനും ഈശോയുടെ കൂടെ ചേരാനും എല്ലാം സഹിക്കാനുള്ള ശക്തി എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഇനി ഞാൻ ഈ ഹാർട്ടിൻ്റെ മരുന്നും കൂടി കഴിക്കാൻ ഞാൻ ആളല്ല. ഈശോയെ, അമ്മ മാതാവേ, നീ തന്നെ മാറ്റി തന്നോളെ, ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും അവിടെ ചെന്ന് ECG എടുക്കുകയും എക്കോ പരിശോധിക്കുകയും വേറെ ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഇതിലൊരു യാതൊരു കുഴപ്പവും കാണുന്നില്ലല്ലോ, എന്തോ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ കൃപാസനത്തിൽ പോണ്ട്, എൻ്റെ അമ്മ മാതാവും ഈശോയാണ് എനിക്ക് മാറ്റി തന്നത്. പിന്നെ 25 വയസ്സായി വേറൊരു നിയോഗം എൻ്റെ മോൾക്ക് ഞങ്ങൾക്ക് കിട്ടിയത്. എൻ്റെ മോൾക്ക് 25 വയസ്സായി, അവൾ CMA ആണ് പഠിച്ചത്.